ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ അച്ഛനെ കൊന്ന യഥാർത്ഥ കൊലയാളിയെ പിടികൂടണമെന്നും തൻ്റെ അമ്മയെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്നും പോലീസിൻ്റെ ജോലി സ്വയം ഏറ്റെടുക്കാണ്. തനിക്കറിയാവുന്ന രീതിയിലെല്ലാം താൻ അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കുമെന്ന് ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ടാവും ഭൂമി. അങ്ങനെ ഭൂമി തൻ്റെ വീട്ടിൽ വന്ന് ആ പരിസരം എല്ലാം നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് തെളിവുകളായിട്ട് ഒന്നും കിട്ടുന്നില്ല. തൻ്റെ അച്ഛൻ മദ്യപിച്ചെന്ന് പറയുന്നു. താൻ ഒരിക്കലും അച്ഛൻ മദ്യപിച്ചായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ആരാ ഇങ്ങനൊരു കഥയുണ്ടാക്കിയത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് സത്യമായിരിക്കുമോ എന്നെല്ലാം ആലോചിച്ച് വീണ്ടും സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോലീസുകാരോടായിട്ട് ഭൂമി SI സാറിനെ അന്വേഷിക്കാണ്. അജയുടെ മുമ്പിലെത്തിയ ഭൂമി പറയും, എനിക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു കോപ്പി വേണം. ഇല്ല, തരാൻ പറ്റില്ല. അതിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെന്ന കാര്യം. മദ്യപിച്ചെത്തിയ നിൻ്റെ അച്ഛനെ അമ്മ കൊലപ്പെടുത്തി. അങ്ങനെ തന്നെ കേസ് വരാനിരിക്കുന്നുള്ളൂ. അല്ലാതെ നിൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് യാതൊരു പഴുതും കാണുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാത്തത്? അതിൽ എൻ്റെ അച്ഛൻ മദ്യപിച്ചു എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, എനിക്കത് നല്ല ഉറപ്പുണ്ട്. അതുപോലെ എൻ്റെ അച്ഛന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അച്ഛനെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ആ ദിവസം അച്ഛന് ഉള്ള എല്ലാ ഫണ്ടും റെഡിയായെന്ന് പറഞ്ഞ് എന്നെ അച്ഛൻ വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഓടി സന്തോഷത്തോടെ പോയത്. തിരികെ വന്നതും എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കാലോ. ബ്രെയിൻ ട്യൂമർ ആയതുകൊണ്ട് 14 ലക്ഷം രൂപ വേണമെന്ന ഹോസ്പിറ്റൽ ചെലവിലെ ഡോക്ടർ പറഞ്ഞത്. ഒരു ചാരിറ്റിക്കാരാണ് എൻ്റെ അച്ഛന് ജീവൻ രക്ഷിക്കാൻ കൂടെ നിൽക്കാമെന്നും പറഞ്ഞത്. ആ സന്തോഷത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ ഈ ലോകത്തന്നെ വിട്ടുപോയിരുന്നു. അച്ഛന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നെന്നോ? അജയുടെ ചോദ്യം കേട്ട് ഭൂമി ഇങ്ങനെ പകച്ചു നോക്കുന്നുണ്ട്. അതെ, അങ്ങനെയൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ലല്ലോ. ഇല്ലേ? അവൾ ഒന്നും കൂടെ നോക്കുന്നുണ്ട്. തന്നെ എൻ്റെ അച്ഛനെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, എല്ലാ ചികിത്സക്കുള്ള കാര്യങ്ങളും റെഡി ആയതാണ്. ഇല്ല, ഇതിൽ അച്യുതന് ബ്രെയിൻ ട്യൂമർ ഇല്ല, അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല എന്ന് അജയ് വാദിക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് നിനക്ക് തരാൻ കഴിയില്ല എന്ന് പറയാട്ടോ. അങ്ങനെ നിരാശയോടുകൂടെ ഭൂമി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭൂമി ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവാ. ഭൂമി വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഭൂമി എന്താ ചെയ്യുക? ഭൂമിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പണം കണ്ടെത്തിയപ്പോഴേക്കും അച്ഛൻ ഈ ലോകത്ത് നിന്ന് പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടറെ? അന്ന് ഡോക്ടറല്ലേ പറഞ്ഞത് അച്ഛന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന്? എന്നാൽ പോസ്റ്റ് റിപ്പോർട്ടിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? അച്യുതന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അതിനെല്ലാ ടെസ്റ്റുകളും ചെയ്തു. എവിടെ കൊണ്ടുപോയാലും അത് തന്നെ പറയത്തുള്ളൂ. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ട് എന്ന് കാണിക്കുന്നില്ല. എന്നാൽ എൻ്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കാറില്ല. എൻ്റെ അച്ഛൻ മദ്യപിക്കുന്നു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ കഥ എനിക്കറിയില്ല. അങ്ങനെ തളർന്ന് വീട്ടിലെത്തിയ ഭൂമി വിഷമിച്ചിരിക്കായിരിക്കും. മോളെ, എന്താ നീ തളർന്നു പോയോ? അമ്മയെ രക്ഷിക്കേണ്ടേ? നീ എത്രയും പെട്ടെന്ന് അമ്മയെ രക്ഷിക്കണം. നീ ഇങ്ങനെ തളർന്നിരുന്നാൽ എങ്ങനെ? അച്യുതൻ്റെ വാക്കുകൾ കേട്ടതും അവൾ കണ്ണുനീർ തുടച്ച് അവിടൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഭൂമിക്ക് അവിടെ മുറ്റത്തെല്ലാം അലങ്കോലമായി കിടക്കാണ്. അങ്ങനെ ഭൂമി മുറ്റെല്ലാം അടിച്ചു വാരനിടയിൽ അവൾക്കൊരു ഫോൺ കയ്യിൽ കിട്ടുന്നുണ്ട്. അച്ഛൻ്റെ ഫോണാണല്ലോ ഇത്. ജനവാതിൽ വെച്ചപ്പോൾ താഴേക്ക് വന്നതായിരിക്കുമെന്ന കാര്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അച്യുതൻ ആ ഒരു വീഡിയോ പിടിച്ചിരുന്നല്ലോ. അവർ രണ്ടുപേരുടെ നാടകം മോളെ കാണിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചതായിരുന്നു. എന്നാൽ ഭവാനിയോ കമാലോ അറിയാത്തൊരു തെളിവ് അവിടെ കിട്ടിയത് കാര്യം അവരറിയില്ല. അങ്ങനെ ആ ഫോൺ കിട്ടിയിട്ട് അച്ഛൻ്റെ ഫോൺ നശിച്ചു പോയല്ലോ. എങ്ങനെയെങ്കിലും കടയിൽ കൊടുത്ത് ഇത് നന്നാക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഭൂമി അകത്തേക്ക് വരാം. അങ്ങനെ മേശയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ വാക്കുകൾ ഓർത്ത് അവൾ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. എന്തെങ്കിലും അച്ഛനെ കാണിച്ച ഡോക്ടറുടെ മരുന്ന് ആ ഒരു ലിസ്റ്റോ എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് അവൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൾ നോക്കുന്ന സമയത്ത് ഷെൽഫിനുള്ളിൽ നിന്ന് ഒരു ലെറ്റർ താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ആ ലെറ്റർ വായിച്ച ഭൂമി എൻ്റെ മോൾക്ക് എന്നെഴുതിയ അച്യുതൻ്റെ കുറിപ്പ് വായിച്ചതും അവൾ നെട്ടലോടെ നിൽക്കുക. എന്നെ ആരോ പിന്തുടരുന്നുണ്ട്. ഞാൻ ഏത് നിമിഷം കൊലപ്പെട്ടേക്കാം. ഒരാളുടെ വലിയ രഹസ്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയാണെങ്കിലും എന്നെ തേടി പിടിച്ച് അവർ എന്നെ കൊലപ്പെടുത്തും.
പക്ഷേ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. മോളെ നീയും സൂക്ഷിക്കണം. നിൻ്റെയും പിന്നാലെയും അവരുണ്ട്. അവർക്ക് മനസ്സിലായി കഴിഞ്ഞു നീ എൻ്റെ മകളാണെന്ന കാര്യം. അതോടെ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാൻ അവരെല്ലാം ശ്രമിക്കും. എൻ്റെ മോള് നന്നായി സൂക്ഷിക്കണം. അച്യുതൻ്റെ ഈ കത്തുകൾ എഴുതിയതും അത് കണ്ടതും ആ കത്ത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയാണ്. അച്ഛൻ അമ്മയെ രക്ഷിക്കാനായിട്ട് ഒരു തെളിവെങ്കിലും അച്ഛൻ്റെ കൈപ്പടത്തിൽ എഴുതി വെച്ച ആ ഒരു തെളിവ് മതി. ഇതെന്തായാലും അജയ് സാറിനെ കാണിച്ചു കൊടുക്കണം. ആ രാത്രി തന്നെ അജയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സാർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ ഭൂമി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇന്ന് സെൽഫിൻ്റെ ഉള്ളിൽ നിന്ന് അച്ഛൻ്റെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ കൈപ്പടത്തിലെഴുതിയ ആ ലെറ്റർ വായിച്ചാൽ സാറിന് മനസ്സിലാവും എൻ്റെ അമ്മ നിരപരാധിയാണെന്ന്. എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയാണ്. ഭൂമിയാണ് ആ സമയം അജയുടെ ഫോണിലേക്ക് വിളിച്ചതെന്ന് മനസ്സിലാക്കിയ അഞ്ജന പറയുന്നുണ്ട് അമ്മയോട്, കണ്ടില്ലേ അവൾ വിളിച്ചപാടെ ഓടിപ്പോവാൻ നോക്ക്. അങ്ങനെ അവനെ അവിടേക്ക് വിടരുത് മോളെ. ഏത് സമയം ഭൂമി വിളിച്ചാൽ എന്തിനാ അവൻ ഓടിപ്പോകുന്നത്? അങ്ങനെ അവൻ പോവില്ല. ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും അവിടെയില്ല. ചിലപ്പോൾ അവൾക്ക് കൂട്ടിരിക്കാൻ വരെ മടിക്കില്ല. എന്നോടവൻ പറഞ്ഞതാ ഭൂമി അവൻക്ക് ഇഷ്ടമാണെന്ന്. അവൻ എന്നോ സ്നേഹിച്ച പെണ്ണിനൊക്കെ അവൻ മറന്നു കളഞ്ഞു. ഇപ്പോൾ അവൻ ഭൂമിക്ക് പുറകെയാണ്. അമ്മ നോക്കിക്കോ. അജയ് എന്തായാലും അവൾ അരികിലേക്ക് പോവില്ല. അജയ് എന്ന് വിളിച്ചോണ്ട് അഞ്ജന അജയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അജയ് ഈ ദിവസം എൻ്റെ കൂടെ വേണം എന്നവൾ ആവശ്യപ്പെടാണ്. ഏയ് പറ്റില്ല, എനിക്കൊന്ന് പുറത്തു പോകണം. അതെന്തിനാ അജയ് ഇപ്പോൾ പുറത്തു പോകുന്നത്? എനിക്കറിയാം, ഭൂമിയെ കാണാനല്ലേ. എന്തായാലും പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്കവിടെ വരെ പോയേ മതിയാവും എന്ന് പറഞ്ഞ് അജയ് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ അവനെങ്ങനെങ്കിലും തടയണം. അതിനുവേണ്ടി അഞ്ജന സ്റ്റെയർ കേസിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീഴാണ് കേട്ടോ. എന്നിട്ട് അവളുടെ കൈയും കാലെല്ലാം നല്ല വേദനയുള്ള പോലെ അവൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ആ വീഴ്ചയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വരികയാണ്. അങ്ങനെ അഞ്ജനയെ എടുത്തുകൊണ്ട് സത്യദാസും അജയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവൾ നടത്തിയൊരു നാടകമായിരിക്കും. എന്നാലും അവൾക്ക് നല്ല വേദനിച്ചിട്ടുണ്ടാവും. കയ്യിന് ചെറിയ പരിക്കോട് ഉണ്ടാവും. ആ സമയം കൈയെല്ലാം ഒരു ബെൽറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ഭൂമി വിളിച്ചിട്ടും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഭൂമി സജിയെ വിളിക്കുമ്പോൾ അജയ് ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് ഭൂമിയോട് പറയാം. ഈ രാത്രി തന്നെ ഇത് സാറിനെ കാണിക്കണം. അങ്ങനെ ഭൂമി ആ ലെറ്ററുമായിട്ട് സൗഭാഗ്യപുരത്തേക്ക് വരുന്നുണ്ട്. ആ ഭൂമിയെ കണ്ടതും സംഗീത ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ നേരത്ത്, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് എൻ്റെ അച്ഛൻ എഴുതി വെച്ച ഒരു ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സാറിനെ കാണിക്കാനാണ് ഞാൻ വന്നത്. ഭൂമിയെ അസമയം അവിടെ കണ്ടതും ഭവാനി ആകെ നെട്ടുന്നുണ്ട്. ഇവളുടെ അച്ഛൻ എന്തായിരിക്കും ആ കത്തിൽ എഴുതിയിട്ടുണ്ടാവുക? ഇനിയിപ്പോൾ ഭൂമി ആരാണെന്നും സൗഭാഗ്യപുരത്തെ ഭവാനി ആരാണെന്നും എന്തൊക്കെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമോ? ആ കത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അത് അജയുടെ കയ്യിലെത്താൻ പാടില്ല എന്ന് തന്നെ ഭവാനി ചിന്തിക്കാൻ കേട്ടോ. അതെ, അവനിപ്പോൾ അഞ്ജനമോളേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ദേ ഇപ്പോൾ വരും. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് കാണിക്കണം ആൻറ്റി. എൻ്റെ അമ്മ നിരപരാധിയാണ്. എൻ്റെ അച്ഛൻ്റെ കൈപ്പടത്തിൽ എഴുതിയ ഈ ലെറ്റർ വായിച്ചാൽ എല്ലാവർക്കും സത്യം മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ അവൾ ആ ലെറ്റർ കയ്യിലും വെച്ചുകൊണ്ട് തിരിച്ചു വരാട്ടോ. ആ സമയം മുത്തശ്ശി അവളോട് ചോദിക്കും, എന്താ മോളെ, ഭൂമിമോൾ വിഷമിക്കേണ്ട, മോളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അമ്മ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും. അതെ, അതിനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് മുത്തശ്ശിയുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഈ ഭൂമി ഇപ്പോൾ തനിച്ചാണ്. ഒരു ദിവസം കൊണ്ട് എനിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി പോകാൻ നിൽക്കുന്ന സമയത്ത് ഭവാനി പറയും, എന്താ ലെറ്ററിലുള്ളത്? അജയ് ഇപ്പോൾ വരും, ഞാൻ കൊടുത്തോളാം. ആ ലെറ്റർ ഇങ്ങ് തന്നേക്കെന്ന് പറയാം. ആ ശരിയെന്ന് പറഞ്ഞ് ആ ലെറ്റർ ഭവാനിയുടെ അടുത്ത് കൊടുത്തെങ്കിലും ഭൂമിക്ക് തൻ്റെ അച്ഛൻ ആരെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലോട്ട് വരികയാണ്. അവളാണെങ്കിലോ അപ്പം തന്നെ ആ ലെറ്റർ തിരികെ വാങ്ങുന്നുണ്ട്. അജയ് സാറിന് ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഭവാനി അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ കത്ത് കയ്യിൽ കിട്ടിയതും അവൾ സന്തോഷിച്ചായിരുന്നു. അതിലെന്തായിരിക്കും എഴുതുന്നത് അറിയാനായിട്ട് അവൾക്ക് ആദ്യമായി എല്ലാ സത്യങ്ങളും ഒരു പക്ഷേ തുറന്ന് എഴുതിയതായിരിക്കുമോ ആ കത്ത് എന്നൊരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സമയം തന്നെ ഇങ്ങനെ ആ ഒരു സ്കൂട്ടിയിൽ തന്നെയാണ് ഭൂമി തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അഞ്ജനിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ തന്നെ മുത്തശ്ശി സംഗീതയെ പറയും, മോനെ നിന്നെ കാണാനായിട്ട് ആ ഭൂമി ഇവിടെ വന്നിരുന്നു. അവളുടെ അച്ഛൻ എഴുതിയ ഒരു ലെറ്റർ അവളുടെ കയ്യിലുണ്ടെന്ന്, അതിൽ നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്നാ
അവൾ പറഞ്ഞത്. എന്നിട്ട് ഭൂമി എവിടെ? അവൾ പോയോ? അപ്പം തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് തന്നെ അജയ് പുറകെ പോവാണ് കേട്ടോ. ഈ സമയം തന്നെ ഭവാനി ഫോൺ എടുത്തിട്ട് കമാലിനെ വിളിക്കുന്നുണ്ട്. അവളെ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ സ്കൂട്ടി ഓടിച്ചിട്ട് വരുന്നുണ്ട്. അവളെ തീർക്കാൻ പറ്റിയ സമയമാണ്. അവളുടെ ആ കത്തും അവളും ഒരിക്കലും അജയുടെ കയ്യിൽ പെടാൻ പാടില്ല. അവൾ ഈ രാത്രിയോട് കൂടെ തീരണം എന്ന് പറയാണ്. ആ സമയം സത്യദാസിൻ്റെ മനസ്സിൽ വല്ലാതൊരു വിഷമാട്ടോ. സത്യദാസൻ വല്ലാതെ അസ്വസ്ഥത കാണിക്കുമ്പോൾ അമ്മ ചോദിക്കും, എന്ത് പറ്റി മോനെ? എന്താ ഇങ്ങനെ ഒരു അസ്വസ്ഥത? അറിയില്ല അമ്മേ, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. എനിക്ക് പ്രിയപ്പെട്ട ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. അതേടാ, നിന്റെ പ്രിയപ്പെട്ടവൾക്ക്, നിന്റെ മകൾക്ക് ഇന്ന് രാത്രി കൊണ്ട് അന്ത്യമാ. അതുകൊണ്ടാ ഈ ഭവാനി ആരാണെന്ന് ആർക്കും അറിയില്ല. ഈ സൗഭാഗ്യപുരത്തുള്ളവർക്കും അറിയില്ല, ആ ഭൂമിക്കും അറിയില്ല. ഭവാനിയെ നിങ്ങൾക്കാർക്കും തോൽപ്പിക്കാനാവില്ല എന്ന് അവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം അജയും സത്യദാസും കൂടെയാണ് ഭൂമിയുടെ പുറകെ പോകുന്നത്. അപ്പോഴാണ് ഒരു ടിപ്പർ ലോറി അവളുടെ സ്കൂട്ടിക്ക് പുറകെയായിട്ട് അവളെ തന്നെ ലക്ഷ്യമാക്കി പോകുന്നുട്ടോ. ആ ടിപ്പർ ലോറി അവളുടെ പുറകിൽ തന്നെയാണല്ലോ. അതത്ര നല്ലതല്ലല്ലോ. അങ്ങനെ പോലീസ് വാഹനത്തിൻ്റെ ആ ഒരു സൈറനൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം ആ ഒരു ടിപ്പർ ലോറി അപ്പോൾ ഭൂമിയെ ഇടിക്കാതെ തന്നെ മാറിപ്പോവാണ് കേട്ടോ. ആ സമയം ഭൂമി പേടിയോടെ അരി നിർത്തുന്നുണ്ട് വണ്ടി. അപ്പോൾ അജിയെയും സത്യദാസിനെയും കാണാം. എന്താ ഭൂമി, എന്താ നീ ഇവിടെ ഈ രാത്രി തനിച്ച്? അത് ആ ടിപ്പർ ലോറി എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കെന്തോ വല്ലാതെ ഭയമാവുന്ന പോലെ. ദേ എവിടെ നിൻ്റെ അച്ഛൻ എഴുതിയ കത്ത്? അങ്ങനെ കത്ത് വായിക്കുന്നുണ്ട്. ഇതിൽ അച്ഛൻ ആരെയോ ഭയപ്പെടുന്നുണ്ടായിരുന്നു. എന്തോ വലിയ രഹസ്യം നിൻ്റെ അച്ഛനെ അറിയാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ വഴിക്ക് തന്നെ ചിന്തിക്കാം. തെളിവുകളെല്ലാം നിൻ്റെ അമ്മയ്ക്കെതിരെയാണ്. എല്ലാത്തിനും അയൽവക്കത്തുള്ളവരും സാക്ഷി പറഞ്ഞു. മദ്യം കൊടുന്നതായിട്ട് ഒരു ഓട്ടോക്കാരനും പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാ പഴുതുകളും അടിച്ചോണ്ടാണല്ലോ ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. എന്തായാലും ഭൂമി വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് അമ്മയെ പുറത്തിറക്കാം നമുക്ക് സാധിക്കും എന്ന് പറയാട്ടോ. ഭൂമി തനിച്ച് ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട. ഭൂമിക്ക് കൂട്ടായിട്ട് ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് സത്യദാസ്. ലക്ഷ്മി ചേച്ചിയുണ്ട് എന്ന് പറയാൻ രണ്ട് സ്ത്രീകൾ തനിച്ച്. എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ മോളെ, നീ ധൈര്യമായിട്ടിരിക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ദേ അജയ്ക്കോ എനിക്കോ നീ കോൾ ചെയ്യണം. അങ്ങനെ അവളെ പറഞ്ഞയക്കാട്ടോ. ആ ലെറ്ററും അജയ് കയ്യിൽ വെക്കുന്നുണ്ട്. സത്യദാസ് ചോദിക്കുന്നുണ്ട്, എന്ത് തോന്നുന്നു മോനെ നിനക്ക്? ഇത് അവളുടെ അച്ഛൻ അച്യുതൻ തന്നെ എഴുതിയതാണോ? അതെ അങ്കിൾ. അതേ അമ്മാവ, അത് തന്നെയാണ്. പക്ഷേ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഈ സമയം ഭവാനിയാണെങ്കിലോ സോഫയിലിരുന്ന് ഒരു സ്വപ്നം കാണാൻ കേട്ടോ. ബാഗും എല്ലാം എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അന്ന് സൗഭാഗ്യപുരത്തേക്ക് ഭൂമി വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അസമയത്ത് ഭൂമി പെട്ടിയും കിടക്കൊക്കെ വരുന്ന കാണുമ്പോൾ സംശയത്തോടെ സംഗീത ചോദിക്കും, എന്താ ഇവിടെ? അവൾ പറയും, ഞാൻ ഇവിടുത്തെ സത്യദാസ് സാറിൻ്റെ മകളാണ്. എന്നെ വളർത്തച്ഛൻ മാത്രമായിരുന്നു അച്യുതാനന്ദൻ. ദാ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിലുള്ള ഒരു മാല അവൾക്ക് നേരെ നീട്ടാണ്. അവളുടെ കുടുംബ പാരമ്പര്യമായി കിട്ടിയ ആ മാല നീട്ടുമ്പോൾ അത് കണ്ട മുത്തശ്ശി ആകെ നെട്ടിപ്പോകുന്നുണ്ട്. മോളെ എന്ന് വിളിക്കാണ്. അതെ അച്ഛ, ഞാൻ അച്ഛൻ്റെ മകളാണ്. എന്നെ ഇവിടെയുള്ള ഒരാളാണ് കൊല്ലാനായിട്ട് അച്യുതൻ എന്ന എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ട് എന്നെ കൊന്നില്ല. സ്വന്തം മകളെ പോലെ അയാൾ സംരക്ഷിച്ചു. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ മകളാണെന്ന്. അന്ന് ആ ഫാദർസ് ഡേ നടത്താൻ ഒരുങ്ങിയത് പോലും സത്യം വെളിപ്പെടുത്താനായിരുന്നുവെന്ന് ഏറെ വൈകിയ ഞാൻ അറിഞ്ഞത്. അങ്ങനെ അച്ഛനും മകളും ഒന്നായിട്ട് നിൽക്കട്ടോ. ഭവാനി സമയം പച്ചക്കള്ളായി പറയുന്നതെന്ന് പറഞ്ഞ് ഭൂമിയുടെ മുഖത്ത് അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം സത്യദാസ് കൈ ഉയർത്തി ഭവാനിയുടെ മുഖത്ത് അടിക്കാട്ടോ. ആ സമയത്ത് ഭവാനി സോഫയിൽ നിന്ന് ഉറങ്ങുന്ന ഭവാനി നെട്ടി ഉണരുന്നുണ്ട്. ആ ഭവാനി നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ സംഗീത ചോദിക്കും, എന്താ ഭവാനി, നീ എന്തിനു നിലവിളിച്ച്? ഞാനൊരു സ്വപ്നം കണ്ടോ? ഈ സമയത്തോ? നീ അതിനെപ്പോഴാണ് ഉറങ്ങിയത്? ഭവാനി ആകെ ഭയന്നിക്കുക. ആ ലെറ്ററുമായിട്ട് ഏത് നിമിഷവും അജയ് കയറി വരും. സത്യങ്ങളൊക്കെ അറിയുമോ? തനിക്കും തൻ്റെ മകൾക്കും സൗഭാഗ്യപുരത്തിൽ നിന്ന് പടയിറങ്ങേണ്ടി വരുമോ എന്നെല്ലാം ആലോചിച്ച് ആകെ ഭയത്തോടെ നിൽക്കട്ടോ. ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതിനുശേഷം കേട്ടോ അമ്മയെ ഇറക്കാനായിട്ട് വക്കീലിന് പണം കൊടുക്കാനുണ്ടാവില്ല. അങ്ങനെയാണ് അജയും അതുപോലെ ഭൂമിയുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് മാരേജ് നടക്കുന്നത്. ഭൂമിയെ അമ്മയെ രക്ഷിക്കാനായിട്ട് 25 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതെടുത്ത് അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കുക. തനിക്ക് ഇങ്ങനൊരു വിവാഹം നടന്നാലും വേണ്ടില്ല, തൻ്റെ അമ്മയെ രക്ഷിക്കണം. അത് മാത്രമായിരുന്നു അന്നേരം ഭൂമിയുടെ മനസ്സിലെ ചിന്ത. അങ്ങനെ ആ വിവാഹം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭൂമിയുടെ യഥാർത്ഥ അമ്മ ആ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടും വരുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.